ഇന്ന് നമുക്കൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് കളർ പേപ്പറാണ്. കളർ പേപ്പറാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ അതിനെ നാലായിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്യുന്നത്. നാലായിട്ടെന്ന് വെച്ചാൽ 4 വട്ടം ഒരു കളർ പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് 4 വട്ടം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സ്ക്വയറുകൾ ഇതിനകത്ത് ഫോം ചെയ്യും. ആ സ്ക്വയറുകളാണ് ഈ ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ റോസ് ഫ്ലവർ റോസ് ഫ്ലവർ അല്ല, ഈ ഒരു റോസ് കളർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കാം. റെഡോ അല്ലെങ്കിൽ പിന്നെ യെല്ലോ, അങ്ങനെ ഏതെങ്കിലും കളേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഓരോ സ്ക്വയറുകളും ഞാനിതിൽ വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വെട്ടി മാറ്റിയിട്ട് ഇത് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇതിൻ്റെ പെറ്റൽസൊക്കെ ചെയ്തെടുക്കുന്നത്. 2 സൈഡിലും റോൾ ചെയ്തെടുത്തിട്ട് സെൻറ്റർ വശം ഒന്ന് ഞാൻ മടക്കിയെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ എല്ലാ പെറ്റൽസും ഒന്നും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ഒരു പെറ്റൽ ഞാൻ എടുക്കുന്നുണ്ട്. ആ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ, ആ വശത്താണ് നമ്മൾ പശ തേക്കുന്നത്. അവിടെ പശ തേക്കുക. അതുപോലെ എല്ലാ പെറ്റൽസിലും ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിനൊന്ന് ലീഫ് സെറ്റ് ചെയ്യണം. അപ്പം ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ കളർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പേപ്പർ കളർ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് മടക്കി ലീഫിൻ്റെ ഒരു ഷേപ്പിലൊന്ന് മടക്കി എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിക എടുത്തിട്ടൊന്ന് വെട്ടിക്കൂടെ കൊടുക്കുന്നുണ്ട്. അത് വെട്ടി ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ലീഫും കൂടെ. അപ്പം നമ്മളിവിടെ ലീഫ് സെറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ സ്റ്റെം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വൈറ്റ് പേപ്പറാണ് കേട്ടോ. വൈറ്റ് പേപ്പർ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പം വൈറ്റ് പേപ്പർ അല്ല, ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. എന്ത് പേപ്പർ ആയാലും അത് കുഴപ്പമില്ല. എന്നിട്ട് ഞാനതിന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ കട്ടിയില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ കളറും കൂടെ ഒന്ന് അടിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പെറ്റൽസ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവേ. ഒട്ടിച്ച് കൊടുക്കുമ്പം ഒരുപാട് പശയൊന്നും വേണ്ട. ആവശ്യത്തിന് പശ, അതിൻ്റെ നേരത്തെ ഒട്ടിച്ച പശ അല്ല, അതിൻ്റെ 2 അരികിലായിട്ട് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചങ്ങാട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ നല്ല രസമാട്ടോ ഒട്ടിക്കുന്നത്. പക്ഷേ ഒട്ടിക്കാനൊന്നും ഇതിൽ പണിയൊന്നുമില്ല. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് ആ ഒരു പെറ്റൽസ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു പണിയൊന്നുമില്ല. കുറച്ചൊരു ക്ഷമ ഉണ്ടായാൽ മാത്രം മതി. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് വേണം ചെയ്തെടുക്കാൻ. എന്തായാലും 2 റോസ് ഫ്ലവർ ഇതുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലീഫ് ഉണ്ടല്ലോ, ആ ഒരു ലീഫും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ വർക്ക്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്